നമസ്കാരം, ഡാക്കു സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫൈനൽ കട്ട് പ്രോ FCPയിൽ കളർ ഗ്രേഡിംഗ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ട് ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറയാം. അതേപോലെ നമ്മൾ FCPയിൽ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് മറ്റ് സോഫ്റ്റ്വെയറുകളോ ഡാവിഞ്ചി പോലത്തെ സോഫ്റ്റ്വെയറിൽ കളർ ഗ്രേഡ് ചെയ്ത ശേഷം തിരിച്ച് FCPയിൽ കൊണ്ടുവരിക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അതേപോലെ എക്സ്ട്രാ പ്ലഗിൻസ് കളർ ഫിനാലെയൊക്കെ അല്ലേ പണ്ട് വരുന്നത്, അതേപോലെ സിനിമ ഗ്രേഡ് എന്ന് പറയുന്നത്, ഇതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ടൂൾസ് ഫൈനൽ കട്ട് പ്രോ തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയും അടിപൊളിയായിട്ട് കളർ ഗ്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാക്കുൾ VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൈനിലേക്ക് വീഡിയോസ് ആഡ് ചെയ്യണം അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ബേസിക് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ചൊരു കാര്യങ്ങൾ വിശദീകരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ കളർ ഗ്രേഡിങ്ങിന് ഒരു ഫിലിമിൻ്റെ അകത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കളർ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള, ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞതാണ്, റിപ്പീറ്റേഷൻ ആണെങ്കിൽ സോറി, ഒരു റൊമാൻറ്റിക് സീനുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ വളരെ കളർഫുള്ളായിരിക്കും. നിങ്ങൾ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ മലയാളത്തിൽ കാര്യമായിട്ട് ഉണ്ടാവില്ല, എന്നാലും തമിഴ്, തെലുങ്ക് അങ്ങനെ തുടങ്ങി ഹിന്ദി പാട്ടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നായകനും നായികയും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ബാക്ക്ഗ്രൗണ്ടിൽ അതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ, നല്ല റൊമാൻറ്റിക് സീനുകളൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ അല്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മുടെ മൈൻഡിന് നമുക്ക് ചില കളർ സെറ്റുകളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കണ്ണിന് അങ്ങനെയല്ല. പെട്ടെന്ന് കളർഫുൾ ആയിട്ടുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളുടെ കണ്ണും അട്രാക്റ്റീവ് ആവും. പിന്നെയാണ് രണ്ടാമത് ബ്രെയിനാണ് ചിന്തിക്കുന്നത്, ഈ കളർഫുള്ളായ സാധനങ്ങൾ ഇത് എന്താ, ഇത് ദീപാവലി മിഠായി ആണോ, അല്ലെങ്കിൽ എന്താ, അങ്ങനെ ആൾക്കാർ മഴവില്ല് പോലെ ഉണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ നമ്മുടെ കണ്ണ് ഒരു കളർഫുള്ളായ ഏരിയയിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും. പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണിന് അട്രാക്റ്റീവ് ആയുള്ള ഒരു കാര്യങ്ങൾ, അതിൽ റൊമാൻറ്റിക് ആയിട്ട് മനസ്സ് പ്ലസൻ്റ് ആവും. നല്ലൊരു ബ്ലൂ കളറുള്ള കടൽ, നല്ല ബ്ലൂ ഓഷ്യന്, അതേപോലെ റെഡ് കളറിലോ അല്ലെ ഓറഞ്ച് കളറിലൊക്കെ നല്ല പൂവുകൾ, ഈ ഒരു പൂത്തോട്ടം കണ്ടോ. ഈ ഒരു പൂത്തോട്ടം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര അട്രാക്റ്റീവാണ്. ആ നീല കളറിൽ നിന്ന് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സ്കൈ, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് എവിടെയാണ്, ഇരുട്ടിനെ നമുക്ക് പേടിയായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജന്മനാ കിട്ടിയൊരു കഴിവല്ല. നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ നാട്ടുകാരോ ഒക്കെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ ചെറുപ്പത്തിലേ ഇരുട്ടത്തേക്ക് പോവല്ലേ പേടിയാവും, അല്ലെങ്കിൽ ഇരുട്ടത്ത് പോയാൽ പ്രേതം ഉണ്ടാവും, ഭൂതം ഉണ്ടാവും, അല്ലെങ്കിൽ ഇരുട്ടത്ത് കള്ളന്മാരുണ്ടാവും പിടിച്ചുകൊണ്ട് പോകും, ഇങ്ങനെ തുടങ്ങി ഇരുട്ടിനെ ഭയങ്കര ഭയപ്പെടുന്ന. നോർമലി രാത്രിയുള്ള ശബ്ദങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ രാത്രിയുള്ള കൂമന്, രാത്രി ഉണ്ടാകുന്ന പ്രാവുകൾ, ലൂണ് പോലത്തെ പക്ഷികൾ, ഇങ്ങനത്തെ സാധനങ്ങളുടെ സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര ഇതിലെ ചെന്നായ സൗണ്ട്, കുറുക്കൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഭയപ്പെടുന്ന സൗണ്ടുകളാണ്. രാത്രി ഇഞ്ചരന്മാരുടെ സൗണ്ടുകളൊക്കെ അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാത്രി എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഈ രാത്രിയിൽ എങ്ങനെയാണ് കളർഫുള്ളല്ല. എത്ര കളറുള്ള ഒരു സാധനമായാലും രാത്രി അത് ഷെയ്ഡ് മാറി, അത് എന്താ പറയുക, ലൈറ്റ് അതിൽ വന്ന് തട്ടുന്നത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈറ്റിൻ്റെ അഭാവത്തിൽ എന്തെങ്കിലും ഗ്രേ കളറിലേക്ക് വന്ന് കറുപ്പ് കളറിലേക്ക് മാറും അല്ലേ. ഒരു ഫിസിക്സിൻ്റെ ക്ലാസ് പോലെ പോകുന്നുണ്ടോ. ഓക്കെ സോറി, അത് വിട്ടോളാം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം, ആ പേടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഗ്രേ അല്ലെങ്കിൽ കറുപ്പ്, ആ ഒരു പച്ച നീല ഷെയ്ഡ് വരുന്ന ഒരു കളറായിരിക്കും വരിക. ഒരു മൂടി കളറുകളൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഹൊറർ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സൈക്കോ കളറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പിലാണ് വരിക. മാത്രമല്ല ഈ സൈക്കോ ടൈപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരാൻ ക്യാമറയിൽ ഷേക്ക് വരെ വരും അല്ലേ. അവർ ക്യാമറ ഷേക്കും ഒരു പ്രത്യേകതരം മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മ്യൂസിക്കും അതേപോലെ ഈ കളർ ഗ്രേഡും കൂടെ നല്ല കളർഫുള്ളായ സ്ഥലത്ത് മ്യൂസിക് എത്ര പേടിപ്പിക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര അങ്ങ് പേടിയാവില്ല. നമ്മുടെ ആ തിയേറ്റർ മൊത്തം ഇരുണ്ട് കിടക്കുകയാണ്. ആ സമയത്തേക്ക് ഈ കറുത്ത കളർ കൂടി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ എഫക്റ്റ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ കളർ ഗ്രേഡിങ്ങിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഹൊറർ സംഭവങ്ങൾ ചെയ്യാനും അത് റൊമാൻറ്റിക് ചെയ്യാനും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ, പറഞ്ഞ് നേരം പോക്കുന്നില്ല. പിന്നെ പകൽ സമയങ്ങൾ ചെയ്യാനും രാത്രി സമയങ്ങൾ ചെയ്യാനും ഈവനിങ് ചെയ്യാനും പുലർച്ചെ ചെയ്യാനൊക്കെ ഓരോരോ കളറുകളാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. പുലർച്ചെയാണെങ്കിൽ ചെറിയൊരു നീല കളർ ഉള്ളൊരു മഞ്ഞൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പുലർച്ചെയാണുള്ള ഫീൽ നമുക്ക് കിട്ടുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കളർ ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റും ഓരോ സിറ്റുവേഷൻ എങ്ങനെയാണ് കളർ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി മാത്രമേ ക്ലാസ് പിന്നെ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഗ്രേഡുകളൊക്കെ എങ്ങനെ FCP മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. FCP തന്നെ കളർ വീലുകളുണ്ട്, അതേപോലെ കേവുകളുണ്ട്, പിന്നെ കളറിൻ്റെ ഒരു ബോർഡ് ഉണ്ട്. മറ്റ് സോഫ്റ്റ്വെയറിലൊന്നും കാണാത്ത പോലത്തെ ഒരു കളർ ബോർഡ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു ഫൂട്ടേജിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ പറയട്ടെ. ഈ ഫൂട്ടേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻസ്പെക്ടർ എന്ന ഏരിയയിലാണ് അല്ലേ ഉണ്ടാവുക. അത് തൊട്ടിപ്പുറമായിട്ടൊരു കളറിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്.
അത് പ്രിസത്തിൻ്റെ ഒരു ലുക്കിൽ വരുന്ന സംഭവമാണ്. കണ്ടോ, കളർ വേവുകൾ വരുന്ന ത്രികോണം എന്ന് പറയാം അല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് കളർ എന്ന് പറഞ്ഞൊരു ബോർഡാണ് ആദ്യം തന്നെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് വേറെ വേറെ പറയുന്നതിന് മുന്നേ ഈ കളർ ബോർഡിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞിട്ട് കളർ വീലിലേക്ക് പോകാം അല്ലേ. അപ്പോൾ കളർ ബോർഡിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് 3 പോയിന്റുകളും ഒരു മാസ്റ്റർ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താണെന്ന് വിശദീകരിക്കാൻ താഴെയുണ്ട്. ഗ്ലോബൽ, ഷേഡോ, മിഡ് ടോണ്, ഹൈലൈറ്റ്. ഇങ്ങനെ 3 ടോണുകൾ ഇവിടെ കാണാൻ പറ്റും അല്ലേ. 3 ടോണും ഷാഡോ, മിഡ് ടോണ്, ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ടോൺസും, അതേപോലെ അതിൻ്റെ മുകളിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇതിനെ മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കളർ ഒരു പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഈവൻ എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരെയും കൂടെ കൺട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് എന്നറിയാതെ നമ്മൾ എവിടെയെങ്കിലും കളർ ഗ്രേഡ് ചെയ്ത് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരാം. ഇതിൻ്റെ അകത്ത് 3 ടോണും ഉണ്ട്. എവിടെയാണ് ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരെ ഈ കളർ പാനലിൽ നിന്ന് എക്സ്പോഷർ പാനലിലേക്ക് പോകാം കേട്ടോ. എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും ഒന്നെങ്കിൽ വൈറ്റ് കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ വൈറ്റ് കുറവ്, അതായത് ഡാർക്കിഷ് ആയിരിക്കും. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് അല്ലെ പുറം വെയിലിൽ നമ്മൾ എങ്ങനെ കാണുന്നോ ആ രീതിയിൽ, അല്ലെ അകത്തുള്ള വെളിച്ചത്തിൽ എങ്ങനെ കാണുന്നോ ആ രീതിയിൽ സെറ്റ് ആക്കിയ ശേഷം മാത്രമേ കളർ ഗ്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇവർ ആദ്യം തന്നെ കളറിലല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എക്സ്പോഷറിൻ്റെ അകത്ത് വരിക. എക്സ്പോഷറിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ട്. ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്. ഇതിൽ നമുക്ക് ഷാഡോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു തന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ലേ. കാണിച്ചു തന്നാൽ ഈ ഒരു കറുത്ത ഏരിയ കണ്ടത്, ഇവിടെ കറുത്ത ഏരിയ ആണ്, ഇവിടെയൊക്കെ കറുത്ത ഏരിയാസ് വരുന്നുണ്ട് അല്ലേ. അതേപോലെ ഇവിടെയൊക്കെ കറുപ്പ് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഷാഡോ എന്ന് പറയുന്നത്. ഷാഡോ ഞാനൊന്ന് താഴ്ത്തി കാണിച്ചു തരാം. അപ്പോൾ ആ കറുത്ത ഭാഗങ്ങൾ കൂടുതൽ കറക്കുന്നതും ഇങ്ങനത്തെ ഈ ഏരിയ ഒന്നും കണ്ടോ അധികം കറക്കുന്നില്ല. ഇത് കറുത്ത കളറാണെങ്കിലും കൂടെ, ആന കറുപ്പാണെങ്കിലും ഇവിടെ വെള്ള കളറാണ് വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടെയൊക്കെ വെള്ളയാണ് വരുന്നത്. ഇതിലൊക്കെ വെള്ള, അതായത് ഹൈലൈറ്റ്, ലൈറ്റ് കൂടുതലുള്ള ഭാഗങ്ങളായിട്ടാണ് കാണുന്നത് അല്ലേ. കണ്ടത് മേലോട്ട് നോക്കുന്ന സമയത്ത് ആ ഇരുണ്ട ഭാഗങ്ങളിലേക്ക് തെളിഞ്ഞ് വരിക. അതായത് ഈ ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തെളിഞ്ഞ് വരിക. കണ്ടോ, ആ ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ചാട്ടോ. ഇനി മിഡ് ടോൺ അവിടെ നിൽക്കട്ടെ. ഇനി ഹൈലൈറ്റ് ആണ് പറയുന്നത്. ഈ ആനയുടെ പുറം കണ്ടോ, കറുത്ത ഭാഗമാണെങ്കിലും അവിടെ ലൈറ്റ് കൂടുതൽ അടിച്ചിട്ട് വെളുത്ത് കിടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നോക്കുക കണ്ടോ, ആ വെളുത്ത ഭാഗം കണ്ടോ, അവിടെ തിളങ്ങിങ്ങ് വന്ന് അതിൻ്റെ പുറമാണെന്ന് പറയൂലില്ല. കണ്ടോ, അത് താഴ്ത്തി വെച്ചോ കണ്ടോ, അവിടെ ആ തിളക്കമില്ല, തിളക്കം അങ്ങ് പോയി. ഇനി ഞാനിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ഈ തിളക്കം കുറച്ച് കുറയ്ക്കണം എനിക്ക്. അപ്പോൾ ഈ ഒരു ടൈപ്പിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് കറുപ്പ് കൂടുതലുണ്ട് അല്ലേ, അതിനെ കൂട്ടി കൊണ്ടുവരണം. മീൻസ് അതിനെ ഇത്തിരി പൊക്കി കൊണ്ടുവരണം. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹൈലൈറ്റും ഇല്ല, വലുതായിട്ടൊരു എന്താ പറയുക കറുപ്പും കാണുന്നില്ല. ഇനി ഇതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം, മിഡ് ടോണിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ മിഡ് ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലൈറ്റിൻ്റെയും ഷാഡോയുടെയും ഇടയിലായിട്ട്, അതായത് ഓവർ കറുപ്പുമല്ല ഓവർ വെളുപ്പമല്ല. സാധാരണ മിഡ് ടോണൊക്കെ നമ്മുടെ ഫേസിലൊക്കെ മിഡ് ടോണിൻ്റെ കളറാണ് കൂടുതലും വരുന്നത് കേട്ടോ. മിഡ് ടോൺ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മുടെ ഫേസിലൊക്കെ ലൈറ്റ് കൂടുതൽ വരിക. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ പറയാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ മിഡ് ടോൺ അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഈ രണ്ടും കൂടെ ഒരുമിച്ച് മാറുകയാണ്. ഇപ്പോൾ കണ്ടോ, ആ പഴയ ലുക്കിലേക്ക് തന്നെ വന്നു അല്ലേ. ഇപ്പോൾ ഒരു കൂടുതൽ എക്സ്പോഷർ കൂടി വന്നു അല്ലേ. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് കളർ കൂടുതൽ, അതായത് വെളിച്ചം കൂടുതൽ വരികയാണ് എക്സ്പോഷറായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ഒരു കൺട്രോൾ ഉണ്ട്, ഈ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ഗ്ലോബൽ എന്താണ്, ഇത് ഈ ഒരു ഐക്കണാണ് കണ്ടോ. ഗ്ലോബൽ മാറ്റുമ്പോൾ മൊത്തത്തിൽ 3 വീലിനെയും കൂടെ ഈ 3 പോയിൻറ്റിനെയും കൂടെ ഒരുമിച്ചാണ് പുള്ളി കൺട്രോൾ ചെയ്യുന്നത് കണ്ടോ. അതാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ ഗ്ലോബലിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് മാനുവലി ഇവിടെ അടിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. 0 ആണെങ്കിൽ 0, ഈ മിഡ് ടോൺ ഹൈലൈറ്റ് ഒക്കെ ഇതേപോലെ നമുക്ക് മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് സാച്ചുറേഷനാണ്. സാച്ചുറേഷൻ കൂടി ചെയ്തിട്ട് നമുക്ക് കളർ ഗ്രേഡിലേക്ക് പോകാം അല്ലേ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാം. ഞാൻ ഇത് മാറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാച്ചുറേഷൻ്റെ ഗ്ലോബൽ ഞാൻ താഴേക്ക് വയ്ക്കുമെന്ന് നോക്കിയോ, അവിടെ ഉണ്ടെങ്കിൽ കളറുകളൊക്കെ മാറിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു കളറിലേക്ക് മാറി അല്ലേ. ഇപ്പോഴാണ് ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആനയെ കണ്ടോ. നേരത്തെ ഒരു മഞ്ഞ കളറാണ്, ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം, കറുപ്പല്ല. ഇപ്പോഴാണ് അത് കറക്റ്റ് ഒരു കറുപ്പ് കളറിലേക്ക് മാറി. എന്നാലും കറുപ്പും വെള്ളയും കൂടെ ഉള്ള ഒരു മിക്സാണ് അവിടെ വരുന്നത് അല്ലേ. ഇത് ഞാൻ ഫുള്ളം കയറ്റി കഴിഞ്ഞാലോ നല്ലൊരു എക്സ്ട്രാ കളറ്, ഒരു ബൂസ്റ്റ് ചെയ്ത പോലെ കളർ വരും അല്ലേ ആനയുടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാണാൻ ഭംഗിയുള്ള സീനൊക്കെ ആണെങ്കിൽ ഈ ഒരു കളർ ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതിനാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതായത് കളറിൻ്റെ ഡെപ്ത്ത് കൂട്ടുക, മാക്സിമം കളറിലേക്ക് കൊണ്ടുവരിക, കളർ ലെസ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരിക. അത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലാവും അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഷാഡോയിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിയോ, ഷാഡോ ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് ഇതാ ഈ ഒരു ഏരിയ ഒക്കെ നോക്കിയോ. വെളുത്ത ഏരിയയിൽ അത്ര മാറ്റം വരുന്നില്ല, വെള്ള ഏരിയയിൽ മാറ്റം വരണമെങ്കിൽ കണ്ടോ. അങ്ങനെ ഇത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ കൃത്യമായ 3 കളറുകളുള്ള വീഡിയോ ക്ലിപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ ലോഗ് ഫുട്ടേജുകളൊക്കെ ഉണ്ടല്ലോ, ലോഗ് ഫയലുകളിലൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാവും. റോ ഫയൽ എന്നൊക്കെ പറയുമ്പോഴത്തെ വീഡിയോ ഫുട്ടേജാണ് ലോഗ് എന്ന് പറയുന്നത്. ലോഗിൻ്റെ അകത്ത് തീരെ കളർ ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് ഇതേപോലെ ഉണ്ടാവും ലോഗ് ഫയൽ. ഇതല്ല
കുറച്ചും കൂടെ ഇതിൽ ലോഗ് ഫയലായിട്ടൊന്നുമില്ല. ഈ ഒരു ഫയൽ കണ്ടോ, ഇതേപോലെ കുറച്ചും കൂടെ ഒരു കറക്റ്റ് ലോഗ് ഫയൽ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് അറിയാത്തവർക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്ത് എക്സ്പോഷറിൽ ഇതാ ഓൾമോസ്റ്റ് ഈ ഒരു കളറിലേക്കൊക്കെ ആയിരിക്കും, ഇങ്ങനെ ഒരു കളറിലൊക്കെയാണ് ലോഗ് ഫയൽ ഉണ്ടാകുക. പിന്നെ നമ്മളിതിനെ കളർ ഗ്രേഡ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള കളറാക്കി എടുക്കണം. അങ്ങനെയാണ് ഇപ്പോഴുള്ള പുതിയ ക്യാമറകളിലൊക്കെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു ഔട്ട് കിട്ടും. എത്ര വേണമെങ്കിലും കളർ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ ലോഗിൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് വേറൊരു ഫോർമാറ്റ് ഒന്നുമല്ല കേട്ടോ, MP4 ലോഗ് വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്തു അല്ലേ. എക്സ്പോഷർ ചെയ്തു, സാച്ചുറേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫുട്ടേജ് ആയാലും നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. ഇനി എനിക്ക് തോന്നുകയാണ് ഈ പച്ച കളർ ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു കളറിലേക്ക് കിട്ടണം. ഓക്കെ, ഒരു ഈവനിങ് ആണ് കിട്ടണമെങ്കിൽ ഇവിടെയും വരുന്നുണ്ട് ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്. നമ്മളിവിടെ ഓരോന്നും മാറ്റി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. അപ്പോൾ ഞാൻ ഷാഡോയിലുള്ള കളർ മാറ്റി നോക്കിയത് കണ്ടോ, മൊത്തത്തിൽ ഒരു പാട വന്നിട്ട് ഈ സ്ക്രീനിൽ മൂടിയ പോലെ, അതായത് ഒരു ഇതിൻ്റെ മുകളിൽ ഒരു പച്ച സംഭവം കൊണ്ടുവച്ച പോലെയൊക്കെ തോന്നുക. ഈ ഒരു ടൈപ്പിൽ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ മൊത്തത്തിലൊരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, അതേപോലെ മിഡ് ടോണിൽ മാറ്റിയാലും ഓൾമോസ്റ്റ് അതേപോലെയാണ് വരിക, എന്നാലും നല്ല മാറ്റങ്ങൾ കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളറും കണ്ടോ വേറൊരു കളറിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, ഇതും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹൈലൈറ്റ് ഏരിയയിൽ മാത്രം മാറ്റുമ്പോൾ കണ്ടോ ഇത്തിരി ഹൈലൈറ്റ് ഏരിയ മാറ്റിയിട്ട് ചെറിയൊരു കളർ ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇപ്പോൾ വേറൊരു ടൈപ്പിലാണ് മാറുന്നത്. നിങ്ങൾക്ക് അത് മൂന്നും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാട്ടോ. ഇതിൽ കളർ കംപ്രഷനൊക്കെ വരും യൂട്യൂബിൽ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് കൊണ്ടുപോകാം, ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് കൊണ്ടുപോകാം, ഇത് ഇഷ്ടമുള്ള കളറിലേക്ക് കൊണ്ടുപോകാം. ഇത് മാസ്റ്ററായിട്ട് ഇതിനെയും കൺട്രോൾ ചെയ്യാം. കണ്ടോ വേറെ ടോൺ കിട്ടിയ ഇതിനെ മൂന്ന് സ്ഥലത്ത് കൊണ്ടുവച്ച് മാസ്റ്ററിനെ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ എന്ത് പറ്റി, വേറൊരു പ്രത്യേകതരം കളർ ഗ്രേഡ് കിട്ടിയില്ലേ. ഓക്കെ, ഇപ്പോൾ ആ ഷാഡോ മിഡ് ടോണൊക്കെ കാണിക്കുകയാണ് ഞാൻ ഈ ഫൂട്ടേജ് ആഡ് ചെയ്ത്. ഇനി നമുക്ക് ഈ ഒരു ഫേസിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫേസിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇവൻ്റെ ഫേസ് ഇപ്പോൾ ഓൾറെഡി ഭയങ്കര വെളുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മോണിറ്റർ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കളറിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഡെല്ലിൻ്റെ നല്ലൊരു എഡിറ്റിംഗ് മോണിറ്ററിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ഔട്ട് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ 4Kയുടെ ഒരു TV ഉണ്ട്, സാംസങ്ങിൻ്റെ TV ആണ്, നല്ല ക്വാളിറ്റി വരേണ്ടതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് സെറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാലും അവർ തരുന്ന സ്റ്റാൻഡേർഡ് നോർമൽ ഫിലിം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അവർ തരുമല്ലോ, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മോഡിലൊക്കെ കളർ ഇട്ട് കഴിഞ്ഞാലും ഹൈലൈറ്റ് കൂടുതലായിരിക്കും എപ്പോഴും. ഹൈലൈറ്റ് എന്താണ് നമ്മളെന്താ പറഞ്ഞാൽ, വെളിച്ചം കൂടുതലായിരിക്കും, ഭയങ്കര വെളുത്ത് നിൽക്കും, എക്സ്പോഷറായിട്ട് കാണും. അത് എന്തുകൊണ്ടാണെന്നറിയോ, ഓരോ TVകൾക്കും അതിൻ്റെ LED പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ കളറിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ഇത്ര കളറുകളാണ് അതിന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുക. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ഡീപ്പായിട്ട് പറയാൻ പോയാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവുകയുള്ളൂ. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ ഔട്ട് കൊടുക്കുമ്പോൾ അവർ കാണുന്ന ഡിസ്പ്ലേക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ വേറൊരു കളറിലായിരിക്കും, എൻ്റെ മോണിറ്ററിൽ കാണുന്ന കളറിലായിരിക്കില്ല വരിക കേട്ടോ. അതുപോലെ യൂട്യൂബ് കുറച്ച് കംപ്രസ് ചെയ്യും, അപ്പോൾ കളറിൽ മാറ്റം വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വിൻഡോ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് വർക്ക് സ്പേസിൻ്റെ അകത്ത് നമുക്ക് കളർ ആൻഡ് എഫക്റ്റ് എന്നുള്ളൊരു പാനൽ കാണാൻ പറ്റും. അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, നമ്മുടെ ബ്രൗസർ ആയിരുന്നു ഉണ്ടായത്, മാറിയിട്ട് ഇവിടെ കളർ പരേഡ് വന്നു അല്ലേ. RGB ഓവർലേ, വേവ് ഫോം, വെക്റ്റർ സ്കോപ്പുകൾ, റെക് 709 എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് അതിൻ്റെ അകത്താണ് കാണാൻ പറ്റുക. റെക് 709 എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് കൂടുതലും വീഡിയോസ് എല്ലാ TVയും എല്ലാ മോണിറ്ററുകളും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്പേസിൻ്റെ പുറത്തോട്ട് അവർക്ക് പോകണമെങ്കിൽ ഹൈ എൻഡ് ലെവലിലുള്ള മോണിറ്ററുകൾ വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു കളർ സ്പേസ് ഉണ്ട്. ഞാനത് വേണമെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഏകദേശം ഞാൻ ആ റെക് 709 അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ പരിധിയും വെച്ചുള്ളൊരു ഒരു ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കിയാണ്. ഇത് സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സംഭവം കണ്ടോ, ഇത്രയും നമ്മുടെ റെക് 709 ഇത്രയും കളറുകളെ നമുക്ക് TVയിലോ മോണിറ്ററിലോ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുള്ളൂ. ഈ കാണുന്നത് നമ്മുടെ കണ്ണിൻ്റെ പരിധിയാണ്. കണ്ണിന് ഇത്രയും കളറുകൾ, പച്ച പിന്നെയും കാണാനുണ്ട്, നീല കാണാനുണ്ട്, ചുവപ്പ് കാണാനുണ്ട്, പിങ്ക്, റോസ്, നീലൊക്കെ പുറത്തോട്ട് കണ്ടോ, മഞ്ഞൊക്കെ ഇത്രയും പുറത്തേക്ക് നമ്മുടെ കണ്ണിന് പവറുണ്ട്. പക്ഷേ TVക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന റെക് 709 എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഇത്രയേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ വരുന്ന കുറച്ചുകൂടെ വേറൊരു ഫോർമാറ്റാണ് DCI എന്ന് പറയുന്നത്. പിന്നെ ITU എന്ന് പറഞ്ഞാൽ ITUവിൽ കുറച്ചുകൂടെ കൂടുതൽ കാണാൻ പറ്റും. ഇതൊന്നും നമുക്ക് തൽക്കാലം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു റെക് 709 തന്നെയാണ് എല്ലാവരും എല്ലാ സിനിമകൾ പോലും ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, കറക്റ്റായിട്ട് അറിയില്ല. എന്നാൽ ഇതാണ് നമ്മുടെ ഒരു മോണിറ്റർ പരിധി. ഓക്കെ അല്ലേ, അത്രയും മനസ്സിലാക്കി വെക്കുക. വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കളർ ഗ്രേഡുകളിൽ എല്ലാം ഒരുപോലെ ആവില്ല. ഇനി ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പരേഡുകളും ഈ സംഭവങ്ങൾ സ്കോപ്പൊക്കെ നോക്കിക്കോട്ടോ, കളറിൻ്റെ ഇത് ഫോമുകളൊക്കെ മാറി മാറി വരും. കണ്ടോ ഇവിടെ പൊങ്ങി വരുന്നു, താഴ്ന്ന് വരുന്നു, ഇവിടെ അതേപോലെ കളറുകൾ കണ്ടോ മാറി മാറി ഇങ്ങനെ വരുന്നത്. ഈ ലൈൻ അല്ല കേട്ടോ, ലൈന് ഞാൻ മൗസ് കൊണ്ടുപോകുമ്പോൾ മാറുകയാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേ കണ്ടോ ഈ കളർ കൂടുതൽ വന്നു,
ഈ കളറുകൾ നേരത്തെ ഇല്ലായിരുന്നു, കണ്ടോ? അങ്ങനെ മാറി മാറി ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ റെഡിൻ്റെ വാല്യൂ കൂടി വരുന്നു, റെഡ് കുറഞ്ഞു വരുന്നു, കണ്ടോ? ആ വാല്യൂസ് കയറി വന്ന് എവിടെ എത്തിയത് RGB കയറി വന്ന്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, എന്നാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാം. ഈ വേവ് ഫോമിൻ്റെ അകത്ത് നമുക്കൊരു കളർ റേഞ്ച് തരുന്നുണ്ട്. അത് ഒരുപാട് താഴേക്കും പോകാൻ പാടില്ല, ഈ 100ൻ്റെ ഒരുപാട് മേലേക്കും പോകാൻ പാടില്ല. അത് എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സാച്ചുറേഷൻ ഞാനൊന്ന് കയറ്റുകയാണ്. അപ്പോൾ കണ്ടോ, ആ വേവ് കയറി വന്ന് വേവ് കുറഞ്ഞ് വന്ന്. അതേപോലെ എക്സ്പോഷറിൽ നോക്കിക്കോ, എക്സ്പോഷർ കൂട്ടുന്ന സമയത്ത് കണ്ടോ കയറി അങ്ങ് പോയി. എക്സ്പോഷർ 100ൻ്റെ മുകളിൽ അങ്ങ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്ക്രീനിൽ പിന്നെ ഒന്നും കാണാനില്ല അല്ലേ? ഫുള്ള് ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞ പോലെ ഫുള്ള് വെള്ള കളറായി. ഇത് ഞാൻ താഴേക്ക് അങ്ങ് കൊണ്ടുവന്നിട്ടോ ഈ 0ക്ക് താഴേക്ക് പോകുമ്പോൾ നോക്കിക്കോ, കണ്ടോ ബ്ലാക്ക് കളറിൽ വീണ്ടും ഒന്നും കാണാതായി. അപ്പോൾ നമ്മുടെ ഈ കളർ റേഞ്ച് എന്ന് പറയുന്നത്, അതായത് വെളുപ്പും ലൈറ്റ്, കറുപ്പും വെളുപ്പും എന്നുള്ള ഈ ലൈറ്റ് എപ്പോഴും ഈ ഒരു 100ൻ്റെയും 0യുടെ ഇടയിലായിട്ട് 50 റേഞ്ചിൻ്റെ ഈ ഒരു റേഞ്ചിന് താഴെയായിട്ട് നിൽക്കണം. ഇപ്പോൾ ഇവർ ഡിഫോൾട്ടായിട്ട് ഇവർ ചെയ്ത ഈ ഒരു വീഡിയോയ്ക്ക് കണ്ടോ 0യുടെ മേലേക്കാണ്, 100ൻ്റെ താഴെയാണ്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേവ് ഫോം നിങ്ങൾക്ക് കാണാനും ഇവിടെ അതേപോലെ കാണാൻ പറ്റും കേട്ടോ. 0യിലും 100ൻ്റെ ഇടയിലായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ കളർ ഗ്രേഡിങ് കേട്ടോ. വെറുപ്പിക്കുന്നുണ്ടോ? ഓക്കെ, എന്നാൽ പോവാം, നമുക്ക് കളർ ഗ്രേഡിങ്ങിലേക്ക് അങ്ങ് പോവാം. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവർ പ്രൊഫഷണൽ ലെവലിൽ ചെയ്യാം, അല്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ മാത്രം ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ എക്സ്പോഷർ ഞാൻ പറയുകയാണെ, ഇത്തിരി ഹൈലൈറ്റ് കുറയ്ക്കുകയാണ്, ഇത്തിരി ഈ ഒരു ഷാഡോവും കുറയ്ക്കുകയാണ്, ഇത്തിരി മിഡ് ടോൺ കയറ്റിയിട്ട്, മിഡ് ടോൺ ഫേസിലാണ് വരുന്നത്. വീണ്ടും കണ്ടോ ഫേസ് വെളുത്ത് വരുന്നത്, അതുപോലെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം കണ്ടോ വേറൊരു പ്രത്യേക കളറിലേക്ക് കിട്ടിയില്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാനൊരു രസമുള്ളൊരു ഒരു ഫിലിം ലുക്കിലേക്ക് വന്നു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സാച്ചുറേഷനാണ് ചെയ്യേണ്ടത് അല്ലേ? സാച്ചുറേഷൻ നമുക്കിവിടെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക. ഓരോ ക്ലിപ്പിനും ഓരോ മോഡലാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മൾ ഫേസിന് എപ്പോഴും എന്ത് ചെയ്യണം? ഇത്തിരി കൂട്ടി വെക്കണം സാച്ചുറേഷൻ കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, സാച്ചുറേഷൻ ഞാൻ ഇവിടെ കുറച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ എന്താ അറിയുക, ഒരു ശവത്തിൻ്റെ ഫീലാണ്. ഞാനൊരു ഇംഗ്ലീഷ് വീഡിയോയിൽ ഒരാൾ പറയുന്നത് കണ്ട, ഈ ശവം പോലെയുള്ളൊരു മുഖമാണ് കണ്ടോ, മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഫീലാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് കളർഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാലോ നല്ലൊരു റൊമാൻറ്റിക് ലുക്ക്, അതായത് ഫേസ് കാണുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് ഈ ഒരു ടൈപ്പിൽ വരണം എന്നാണ് കളർ ഗ്രേഡ് എക്സ്പേർട്ടുകൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓവർ ഇങ്ങനെ മഞ്ഞ കളറായിട്ടല്ല, ഒരു ഇത്തിരി ഒരു മഞ്ഞ ഒരു മുഖത്തേക്ക് വരുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, എന്താ ഈ കളർ, ഈ ടോണ് കിട്ടണം, ഫേസിൻ്റെ ടോണ് കിട്ടണം, സ്കിൻ ടോണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കറുത്താൾ വെളുത്താളെന്നൊന്നുമില്ല, എല്ലാവർക്കും ഈ ഒരു ഇതാണ് വരിക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേസ് തന്നെ ആണെങ്കിൽ ഞാൻ ഇത്തിരി കറുത്താളല്ലേ, പക്ഷേ ഇത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ വേറൊരു ലുക്ക് കിട്ടും നമുക്ക്. ഓക്കെ അല്ലേ? ഇനി കളർ ഗ്രേഡ് ചെയ്യാം. ഇനി കളർ ഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത് സമയത്ത് നമുക്ക് ഇത്തിരി വേണമെങ്കിൽ ലൈറ്റൊക്കെ അടിക്കും പോലെ ഈ ഒരു ഹൈലൈറ്റ് ഏരിയയിൽ നോക്കി കേട്ടോ. ഹൈലൈറ്റ് ഏരിയ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത്തിരി സൂം ചെയ്ത് വെക്കുകയാണ്. ഒരു 50% സൂം ചെയ്ത് വെക്കുക, അല്ല വേണ്ട, ഒരു 100% സൂം ചെയ്ത് വെച്ച് ആളെ ഫേസ് മാത്രം നോക്കി കേട്ടോ. ഫേസിൽ കൃത്യമായിട്ട് കാണിച്ചു തരാനാണ്. ഫേസിൽ ഈ ഹൈലൈറ്റഡ് ഏരിയയിൽ മാത്രം കളർ മാറും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, അവിടെ നിന്ന് ചുവപ്പ് ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ ആ ഒരു ഫീൽ കിട്ടും. ഇപ്പോൾ ഒരു നീല ബൾബാണ് പ്രകാശിക്കുന്നതെങ്കിൽ കണ്ടോ ഒരു നീല ലൈറ്റ് ഇവിടെ വന്ന് അടിക്കും പോലെ, അതുപോലെ ഈ ഒരു ടീൽ കളറ്, പിന്നെ പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്, ഈ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഈ എൻഡും ഒരേ ഇതായിട്ട് വരുന്നത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ചാടുക. അപ്പോൾ നമുക്ക് ഇത്തിരി നീല കളറിലേക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അത് നല്ലൊരു പ്ലസൻറ്റ് വീഡിയോ ആയി അല്ലേ? നല്ല ഒരു പ്ലസൻറ്റ് വീഡിയോ ആയി. അപ്പോൾ ആളുടെ ഫേസിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു ഗ്രേഡ് വന്നു. ഇനിയിപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഫേസിൽ മാത്രം കളർ ഗ്രേഡ് ചെയ്താൽ മതി, വേറെ ഈ ബോഡിയിലുള്ള കളറൊക്കെ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഈ കളർ ഗ്രേഡ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണേ. ഇവിടെ നമുക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ഓപ്ഷനൊന്നും വരുന്നില്ല. ഈ ബോർഡിൻ്റെ അകത്ത് ഒരു പ്രത്യേക കാറ്റഗറിക്ക് മാത്രം കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, കളർ ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളർ ബോർഡ് കഴിഞ്ഞാൽ കളർ വീലുണ്ട്, കളർ കർവ് ഉണ്ട്. കളർ കർവിൻ്റെ അകത്ത് ലൂമിനൻസിൻ്റെ അതുപോലെ റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കളറുകളെ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ നീല കളറിൽ മാത്രം ചെറിയൊരു മാറ്റം വരുത്തുകയാണ് കേട്ടോ. നോക്കിക്കോ, നീല കളറിൻ്റെ ഹൈലൈറ്റിൽ മാത്രം ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നത് കണ്ടോ. ആ നീല മൊത്തത്തിൽ താഴേക്ക് ഇറങ്ങി. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാം, ഫേസിലുള്ള കളറും കൂടെ ഇറങ്ങി പോരുന്നുണ്ട് അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ ഫേസിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത ചെറിയൊരു നീല കളർ കൂടെ പോരുന്നുണ്ട് കണ്ടോ. നീല കയറ്റിയിടാം, കുറച്ചിടാം, ഇതേപോലെ പച്ചയും കയറ്റിയിടാം, കുറച്ചിടാം. നേരത്തെ നമ്മൾ ആ ബോർഡിൽ കണ്ട പോലെ തന്നെയാണ് ഈ കളറുകളും എഫക്റ്റ് ആവുന്നത് കണ്ടോ. മൊത്തം ഗ്ലോബലാണ് ഈ ലൂമ എന്ന് പറയുന്നത് കളറ് കണ്ടോ. 0 കണ്ടോ, വൈറ്റ് ബാലൻസ് ആണ് കേട്ടോ. വൈറ്റ് ബാലൻസ് RGB.
അപ്പോൾ ഇതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഏത് ഓപ്ഷൻ അറിയാം. അപ്പോൾ ഈ ഒരു കർവ് നമ്മൾ ഇട്ട് പോയി, ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക, കളർ കർവ് ഇല്ലേ ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂ വെസ് സാച്ചുറേഷൻ കർവ് കിട്ടും. ഇത് ആദ്യമേ ഉള്ളൊരു കർവാണ്, പഴയ വേർഷനിലൊക്കെ കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്നൊരു കർവാണ്. ഹ്യൂ വെസ് സാച്ചുറേഷൻ കർവിൻ്റെ നമുക്ക് എന്താ കിട്ടുന്നത് അറിയോ, ഹ്യൂ എന്ന് പറയുമ്പോൾ എന്താ അറിയാം, ഈ ഒരു നീല കളറല്ലേ, ഈ കളറിനെ മാത്രം നമുക്ക് മാറ്റാൻ പറ്റും. ഇവൻ്റെ ഈ ഒരു നീല മാത്രം നോക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ പിക്കർ എടുക്കുക, ഇവൻ്റെ ഷർട്ടിന് നീല കളർ പിക്ക് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം നീലയാണെന്നില്ല അല്ലേ, ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കളർ അവിടെ സെലക്ട് ആയി. ഓക്കെ അല്ലേ, ഇപ്പം നീലയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നീല മാത്രം ഞാൻ മേലോട്ടേക്ക് ഉയർത്തുമ്പോൾ നോക്കിയോ, കണ്ടോ നീലയുടെ കളർ മാറി. പക്ഷേ എൻ്റെ ഫേസിൽ വലിയ മാറ്റമൊന്നുമില്ല, കളർ ഫേസ് അങ്ങനെ തന്നെ നിൽക്കുക. കണ്ടോ നീല പച്ചയായിട്ടോ, ഇപ്പോൾ വേറൊരു നീലയായി അല്ലേ, ഇത്തിരി താഴേക്ക് വന്നാൽ ഇത്തിരി പിങ്ക് പോലത്തെ റോസ് പോലത്തെ ഒരു കളറായി, കാപ്പി കളറായി. കണ്ടോ ഇപ്പോൾ ഷർട്ടിൻ്റെ കളർ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ, അവൻ്റെ മുഖത്തിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു കളറുള്ള ഷർട്ടാണെങ്കിൽ ഇത്തിരി ഈ ഒരു കളറിലേക്ക് വേണമെങ്കിൽ ആ കളറിൻ്റെ അതേ കളറാണ് ബാക്ക്ഗ്രൗണ്ടിലും വരുന്നത്, അതുകൊണ്ടാണ് രണ്ടും മാറുന്നത് കേട്ടോ. ഇനി ബാക്ക്ഗ്രൗണ്ട് അവിടെ നിർത്തിയാണ് ഷർട്ട് മാത്രം വരണമെങ്കിൽ നമ്മൾ ഇവിടെ മാസ്ക് ചെയ്യണം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വേറൊരു വീഡിയോയിൽ പറയാം. ഇതിൽ ആ മാസ്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ക്ലാസ് തീരുമില്ലെന്ന്. ഓക്കെ, ഇനി എൻ്റെ സ്കിൻ ടോൺ മാത്രം മാറ്റണമെങ്കിൽ ഞാൻ സ്കിൻ ടോണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ ഓറഞ്ച് ടോണ് മാറുന്നതായിട്ട് കാണാം. കണ്ടോ ഓറഞ്ചിൽ ഹ്യൂ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഹൾക്കായി, അവതാറായി, ഇങ്ങനെ കണ്ടോ. വേറെ എന്തെങ്കിലും ഇയാളെ പേരെന്തായിരുന്നു, നമ്മുടെ താനോസ്, അങ്ങനെ ഏത് കളറിലേക്ക് നമുക്ക് ആളെ ഫേസ് കൊണ്ടുപോയിട്ട് മാറ്റാം അല്ലേ. ഇതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ ഹ്യൂവല്ല ഫേസിൻ്റെ മെയിനായിട്ട് ആവശ്യം വരിക, ഹ്യൂവസ് സാച്ചുറേഷനിലാണ് വരിക. അപ്പോൾ ഞാൻ വീണ്ടും ഈ ഇൻസ്പെക്ടറിൽ വന്ന് കളർ ബോർഡിൽ ആദ്യം നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് ആ ഒരു കളർ ബോർഡിനെ ഇപ്പോൾ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ബോർഡ് ഓപ്പൺ ആവും കേട്ടോ. ആ കളർ ബോർഡ് എനിക്ക് വേണ്ടെന്ന് കരുതി നമ്മളിവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയല്ലോ. അപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ ഇവിടെ ഒന്ന് ഈ റീസെറ്റ് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി, ഡിലീറ്റ് ആയി. ഇനി ഞാൻ ഹ്യൂവസ് സാച്ചുറേഷൻ കർവിൽ മാത്രമാണ് കളർ ഗ്രേഡിങ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവൻ്റെ ഫേസ് നോക്കിക്കോ കേട്ടോ, കളർ ഗ്രേഡിങ് സെക്ഷനിലേക്ക് തന്നെ പോവുക. ഇവൻ്റെ ഫേസിൽ നമ്മൾ സാച്ചുറേഷൻ കൂട്ടണമെന്ന് പറഞ്ഞില്ലേ, ഈ സാച്ചുറേഷൻ്റെ പിക്കർ എടുക്കുക, എന്നിട്ട് ഫേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ടോണാണ് വരിക. ഇതിനും കൂടി ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഓറഞ്ച് ടോണിനൊന്ന് പൊക്കി നോക്കിയേ, ഫേസിൽ മാത്രം കണ്ടോ കറുത്ത് പോയി, അതേപോലെ കളറായിട്ട് വന്നു അല്ലേ. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കളർ അവിടെ മാറിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് സംഭവിച്ചത്, ഈ ഒരു കളറിൽ മാത്രമാണ് എഫക്റ്റ് വന്നത്. ഇനി എനിക്ക് എന്താണ് ഹൈലൈറ്റ് കുറയ്ക്കണം അല്ലേ, ഹൈലൈറ്റ് കുറയ്ക്കണം, താഴേക്ക് വരിക, ലൂമിനൻസിൻ്റെ അകത്താണ്, ഹ്യൂ വെസ് ലൂമിനൻസ് ആണ്. ഈ ഹ്യൂവിൽ ഇവിടെ ലൂമിനൻസ് കുറയണം. ഓക്കെ, അത് നമ്മൾ ഈ ഒരു പിക്കർ എടുക്കുക കേട്ടോ, ഈ പിക്കർ എടുക്കുക, താഴെ വന്നിട്ട് എന്നിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവൻ്റെ വീണ്ടും ഫേസിൻ്റെ ഏരിയ തന്നെ കിട്ടിയില്ലേ, അത് ഇത്തിരി താഴേക്ക് വലിച്ച് നോക്കിയേ. അപ്പോൾ ഓവറായിട്ട് വരുന്ന ലൈറ്റ് പോയതുണ്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടോ. ആ ലൈറ്റുള്ള ഭാഗം മൊത്തം പോയപ്പോൾ ഒരു അനക്കം മാത്രമേ വലിക്കാൻ പാടുള്ളൂ അല്ലേ, കയറ്റി വെച്ചാലും അതേപോലെ വൃത്തിയാണ്, ഒരു അനക്കം ഇങ്ങോട്ടേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് കളർ അറിയാമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കൂടെ വരുന്നുണ്ട്, മഞ്ഞയും കൂടെ വരുന്നത് അതിനനുസരിച്ച് കണ്ടോ. ഇയാൾ നേരത്തെ ഒരു വെളുത്ത മനുഷ്യനായിരുന്നു, ഇപ്പം അയ്യോ ഇത്രയും കൂടെ മഞ്ഞ എവിടേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് പോകണ്ട അല്ലേ. അപ്പോൾ ഇതേപോലെ ആളുടെ സ്കിൻ ടോണിൻ്റെ കളർ മാറ്റാം കേട്ടോ. ഇവിടെ ഞാൻ പറയുമ്പോൾ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറുത്തവരെ അധിക്ഷേപിച്ചു വെളുത്തവരെ അധിക്ഷേപിച്ചു ഒന്നും പറയരുത് കേട്ടോ. ഞാൻ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്തിരി കറുത്ത ആളാണ്. ഞാൻ ഈ കളറിന് മാത്രം, നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ എഡിറ്റേഴ്സിന് കളറിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. കളറിൽ കറുപ്പിന് ഭംഗിയില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പറയുന്നതിൽ കറുത്ത ആളായി എന്ന് പറയുമ്പോൾ മോശമായി എന്നൊന്നും തോന്നില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ആ ഒരു ചെയ്തു. പിന്നെ വരുന്നത് ലൂമിനൻസ് വെസ് സാച്ചുറേഷൻ ആണ്. ലൂമ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഓവർ വരുന്ന ലൈറ്റിൻ്റെ സാച്ചുറേഷൻ. ഈ ഒരു ലൈറ്റുള്ള ഭാഗത്തുള്ള ഓക്കെ ഇതിലൊന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റുള്ള ഭാഗത്ത് കണ്ടോ, ഈ ഏരിയയിലാണ് ക്ലിക്കായി. നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് ക്ലിക്കായി അല്ലേ. ഇപ്പം നോക്കിയോ ആ ലൂമിനൻസിൻ്റെ മാറ്റം വരുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ ലൂമിനൻസ് ഇവിടെ കൂടുതലുണ്ടായിരുന്നു, അത് ഞാൻ മേലോട്ട് കയറുന്നതനുസരിച്ച് കണ്ടോ. ഇപ്പോൾ അതിൻ്റെ മേലേക്ക് കയറുമ്പം കണ്ടോ അവിടെയുള്ള ആ തിളക്കം പോയി കണ്ടോ. ഇപ്പോൾ തിളക്കം കൂടി വന്നു, ഇപ്പോൾ തിളക്കം കുറഞ്ഞു വന്നു അല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് തൽക്കാലം ഈ ഒരു മാത്രം ഹ്യൂ സാച്ചുറേഷൻ, ലൂമിനൻസ്, ഹ്യൂ ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിക്കാം. ഇപ്പോൾ കണ്ടോ ഓറഞ്ചിൽ മാത്രം ഞാൻ മാറ്റം വരുത്തി. ഇനി എനിക്ക് ഈ ഷർട്ടിൻ്റെ ഒന്ന് മാത്രം മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഷർട്ടിൻ്റെ സാച്ചുറേഷനാണ് എനിക്ക് കൂട്ടണമെങ്കിൽ ഷർട്ടിൻ്റെ കളറിങ് പിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടോ സാച്ചുറേഷൻ കൂട്ടി കഴിഞ്ഞാൽ നീല മാത്രം കൂടി. ഇനി അവിടെ മാത്രം കുറച്ചിട്ടിട്ട് സ്കിന്ന് മാത്രം കയറ്റിട്ട് കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ടോണ് കിട്ടില്ലേ. ഇങ്ങനെയാണ് ഈ ഒരു കേർവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ വേറൊരു ക്ലിപ്പിന് ഇതിലേക്ക് ആഡ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വർക്ക് സ്പേസ് മാറ്റണം അല്ലേ. വർക്ക് സ്പേസിൽ വന്നിട്ട് ഡിഫോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ബ്രൗസർ കിട്ടി. ഇപ്പം നോക്കിക്കോ, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതിൽ നമുക്ക് മഞ്ഞയുണ്ട്, നീലയുണ്ട്, പച്ച കുറവല്ലേ, പച്ച കൂടുതൽ എടുക്കുക. ഈ പച്ചയുണ്ട്. ഈ രണ്ട് ക്ലിപ്പുകൾ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തിട്ട് ഇവനെ തൽക്കാലം ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടം വരെ മതിയില്ല എനിക്ക്. ഓക്കെ, ഈ ഒരു രണ്ട് നാച്ചുറൽ കളറുകൾ ഞാൻ അവിടേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നോക്കിക്കോ, എനിക്ക് പച്ച ഇത്ര വേണ്ട. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഈ പച്ച കളറ് വീഡിയോയിൽ കൂടുതലില്ലാതെ
കുറച്ച് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കളർ ഗ്രേഡിൽ വരിക, ഇവിടെ നോ കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂ വേഴ്സ് സാച്ചുറേഷൻ കർവ് എടുക്കുക. ഇതിൻ്റെ അകത്ത് പച്ച കളറിനെ ഹ്യൂ ഇന്ന് പിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത്തിരി നീല പോലത്തെ കളറിലേക്ക് കൊണ്ടുവരണം. മേലേക്ക് കൊണ്ടുവന്ന് എന്ത് പറ്റും? റോസ് കളറിലേക്കാണ് വരുന്നത് അല്ലേ? ഇവിടേക്ക് വരുമ്പോൾ മഞ്ഞയാണ് വരുന്നത്. അപ്പോൾ താഴേക്ക് വരണം. താഴേക്കൊരു ഈ ഒരു ടൈപ്പ് കളറിലാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന ഒരു ട്രെൻഡ് അല്ലേ? അത് പെട്ടെന്ന് മാറും കേട്ടോ ട്രെൻഡൊക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ സാച്ചുറേഷൻ ഇത്തിരി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പിക്കർ വീണ്ടും എടുക്കുക, സാച്ചുറേഷൻ ഹ്യൂ വേഴ്സ് സാച്ചുറേഷൻ്റെ പിക്ക് എടുക്കുക, ഇവിടെ സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്യുക, ഇത്തിരി താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഒരിത്തിരി താഴേക്ക് വലിക്കുക. എന്നിട്ട് ഓക്കെ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ആ കാര്യം കൂടി ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ ഹ്യൂ അല്ലേ, ഓറഞ്ചിൻ്റെ ഹ്യൂ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഓറഞ്ചിൻ്റെ ഹ്യൂ ഒന്ന് മേലോട്ട് കയറ്റി നോക്കിയേ. എത്ര അടിപൊളിയില്ലേ! നമ്മളിതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് കളറിലാണ്. കണ്ട, നമ്മൾ ഇത്ര മാറ്റുന്ന സമയത്തും ആ പച്ചയിൽ തന്നെ ഒരുപാട് വേരിയൻറ്റ് വരുന്നുള്ള പ്രത്യേകതയാണ്. ഈ പച്ച ഒന്നും ആയില്ല. ആ പച്ച കുറച്ചുകൂടി ഇവിടേക്കാണ് വരുന്നത്. കണ്ട ഈ മഞ്ഞ ഭാഗത്തേക്കാണ് വരുന്നത്. കണ്ട, അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അങ്ങ് വിശ്വസിക്കേണ്ട. ഇത് പച്ചയല്ല, ആക്ച്വലി ഇത് മഞ്ഞയാണെന്നാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ണുകൊണ്ട് മാത്രം കാണാതെ ഒന്ന് പിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കറക്റ്റ് പിക്കർ എവിടെയാണോ വരുന്നത്? ഇതാ ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. കണ്ട വേറൊരു പൂവായില്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കളർ ഗ്രേഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഹ്യൂ ഒക്കെ ചെയ്ത് നല്ല പുതിയ ഒരു ഫാൻറ്റസി ടൈപ്പിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ആളുടെ ഫേസിൻ്റെ അകത്ത് മാറ്റം വരുത്തുന്നത് കളർ ഗ്രേഡ് ചെയ്യുന്നത് പഠിച്ചു, പച്ചയിലൊക്കെ ചെയ്യുന്നത് പഠിച്ചു. ഇനി ഇതിനകത്ത് നീലയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിം അല്ലേ? ഓക്കെ. കളർ വീലിൽ വരിക, ഹ്യൂ സാച്ചുറേഷനിൽ വരിക, കളറില്ലേ ഹ്യൂ സാച്ചുറേഷനിൽ വരിക. ഇതിൻ്റെ ഹ്യൂ ആകാശത്തിൻ്റെ ഹ്യൂ വരെ നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. കണ്ട വേറൊരു ടോൺ വന്ന് ഈ പൂക്കൾ ഇങ്ങനെയല്ല വേണ്ടത്. പൂക്കൾ പച്ച ഉണ്ടാവില്ലല്ലേ? കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഈ മൊത്തത്തിൽ ഇതിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടണമെങ്കിൽ താഴെ വന്ന് ലൂമിനസ് സാച്ചുറേഷനില്ലേ, ഈ വൈറ്റ് ലൂമിനൻസിൽ വരുന്ന സാച്ചുറേഷൻ ഒന്ന് കയറ്റിയിടല്ലേ ലേശം, അല്ലെങ്കിൽ കുറച്ചിടാം. കണ്ടോ? ഇത് സാച്ചുറേഷനിലൊക്കെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് വീഡിയോയിൽ പറയാം കേട്ടോ. തൽക്കാലം ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു കളർ കിട്ടും. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ വിൻഡോയിൽ വർക്ക് സ്പേസ് മാറ്റി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇത് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ? കളറുകൾ ഇപ്പോഴും ഇതിൻ്റെ ഇടയിൽ തന്നെയാണെന്നുള്ള കണ്ടോ, ഇവിടെയൊക്കെ കയറിപ്പോയിട്ടില്ലേ ലേശം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരിക. ഇത് പരേഡ് ഇതിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഓരോന്നോരോന്ന് മാറ്റുന്ന സമയത്ത് എന്താ മാറ്റം വരുന്നതെന്നുള്ളത് നോക്കി ഇതൊക്കെ സ്വന്തമായിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. കാര്യം എന്താ പറയുക, ഓരോ വീഡിയോയ്ക്ക് ഓരോ കളറല്ലേ. ഞാൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ കളർ മാറില്ലേ, അതിനനുസരിച്ച് നോക്കി ചെയ്യാം കേട്ടോ. നമുക്ക് ബേസിക് അങ്ങ് പറഞ്ഞു പോകാം. ഈ ഒരു സീൻ കണ്ടോ? ഈ ഒരു സീൻ ആഡ് ചെയ്യാം. ഇനി നമുക്ക് മറ്റേ 2 സീനുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട. ഈ 2 സീൻ പോട്ടെ. ഇതുള്ളൊരു പുലർച്ചെയാണ്, നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ലൊരു, അല്ലെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ടൈമാണ്. ഇതിനെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത്രയും ഏരിയകൾ പഠിച്ചു അല്ലേ? കർവ് പഠിച്ചു, ഹ്യൂ സാച്ചുറേഷൻ പഠിച്ചു, ബോർഡ് പഠിച്ചു. ഇനി കളർ അഡ്ജസ്റ്റ്മെൻറ്റും കളർ വീലും ആണല്ലേ? കളർ വീല് നോക്കാം അല്ലേ? കളർ വീൽ ഓൺ ചെയ്യുക. കളർ വീലായിരിക്കും എല്ലാവരും കണ്ടുപരിച്ചുള്ളൊരു സംഭവം. ഈ കളർ വീലിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, കളർ വീലിൻ്റെ അകത്താണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഇതുപോലെ വലുതാക്കി ചെയ്യാമെന്നല്ല, ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു. കളർ വീലിൻ്റെ അകത്ത് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ, വീണ്ടും ഗ്ലോബൽ, മൊത്തം ഇവരെ 3 കൺട്രോൾ ചെയ്യുന്ന ഗ്ലോബൽ ഷാഡോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കറുത്ത ഭാഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഷാഡോ. ഹൈലൈറ്റ്, ഈ ആകാശത്തിൻ്റെ വെളുപ്പും കാര്യങ്ങളും ഈ തിളക്കമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾ. ഇതിൻ്റെ എല്ലാം മിഡ് ടോൺ ആയിട്ട് ചെയ്യുന്ന ആളാണ്, അതായത് സെൻട്രലായിട്ട് മിഡായിട്ട് വരുന്ന ആളാണ് മിഡ് ടോൺ. ഓക്കെ. ഇതിൽ ടെമ്പറേച്ചർ പിന്നെ ഉണ്ട്, ടിൻ്റ് ഉണ്ട്, ഹ്യൂ ഉണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? പിന്നെ ഗ്ലോബൽ ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും നമുക്ക് അതിൻ്റെ വാല്യൂസൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഷോ അടിച്ച് കഴിഞ്ഞാൽ അതിൽ കളറിൽ ഓരോ കളറിൽ വരുന്ന ഷാഡോ എത്ര വരുന്നുണ്ട്, ഗ്ലോബലിൽ എത്ര മാറ്റം വരുത്തിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഷാഡോൻ്റെ അകത്ത് ആദ്യം തന്നെ ചെയ്യാം അല്ലേ? ഇതെന്താണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് കൂട്ടിക്കഴിഞ്ഞാൽ വെളുത്തു പോകും. അപ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇരുണ്ട ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഇരുണ്ട് വരും. കണ്ടോ? ഷാഡോൻ്റെ അകത്ത് മാത്രമാണ്, ഷാഡോൻ്റെ അകത്ത് ഇരുണ്ട് വരും. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത്തിരി ഇരുട്ടാക്കണമെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക, ഇത്തിരി കയറ്റി വെക്കണമെങ്കിൽ ഇത്തിരി കയറ്റി വെക്കുക. അത് നിങ്ങൾ എങ്ങനെയാണോ ഫുട്ടേജ് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇനി ഇപ്പുറത്ത് എന്താ കാണുന്നത്? അപ്പോൾ സാച്ചുറേഷൻ ആയിരിക്കും അല്ലേ? മേ ബി നമുക്കിവിടെ വെച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എന്താണ് ഇവിടെ സാച്ചുറേഷൻ ലെവൽ. സാച്ചുറേഷൻ കൂട്ടിയാൽ കണ്ടോ, ചുമന്നിങ് വന്നില്ലേ? കുറച്ചാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വീൽ ഉപയോഗിച്ച് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ചെയ്യാത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഷാഡോയിൽ കളർ ടോൺ എന്തെങ്കിലും മാറ്റണമെങ്കിലോ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് പച്ചയിലേക്ക് കൊണ്ടുവരാം, ഇത്തിരി നീല ടോണിലേക്ക് കൊണ്ടുവരാം. കണ്ടോ? ഞാൻ ഇത്തിരി നീല ടോണിലേക്ക് വെച്ചു. കണ്ടോ? ഇപ്പം നമുക്ക് വേറൊരു കളർ ഗ്രേഡ് കിട്ടിയില്ലേ? ഈ മഞ്ഞൊക്കെ ഒരു നീല കളറിൽ, മഞ്ഞ ഈ ഫോഗില്ലേ, ഫോഗ് ഒരു നീല കളറിലേക്ക് വന്നു അല്ലേ? ഇതേപോലെ ഞാൻ
ഹൈലൈറ്റിലും ചെയ്യാൻ പോവുകയാണേ. ഹൈലൈറ്റ് ആകാശത്തിൻ്റെ ഒക്കെ നീല ഒന്ന് കൂട്ടണം. അപ്പോൾ ഞാൻ ഇത്തിരി നീലയിലേക്ക് കൊണ്ടുവച്ചു. അതേപോലെ ഹൈലൈറ്റ് കുറച്ച് കൊണ്ടുവരിക. കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒന്നും വെളുത്ത് പോലെ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആകാശത്തിന് കണ്ട ഒരു പ്രത്യേക കളറിൽ വന്ന് നല്ല ഒരു ആംബിയൻ്റ് ആയിട്ടുള്ള കളർ അല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരാം, അതേപോലെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. കണ്ടോ, ഇതാണ് ആകാശത്തിന് സാധാരണ ഉണ്ടാകുന്നൊരു കളർ അല്ലേ. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റി കിട്ടി. അപ്പോൾ ഞാൻ ഈ പച്ച നീല പോലത്തെ ഒരു കളറിലേക്ക് കൊണ്ടുവരികയാണ്. നല്ലൊരു എഫക്റ്റ്, എല്ലാ ഭാഗത്തും എഫക്റ്റ് വരുന്നുണ്ട് ഒരു ഫിലിം ലുക്കിലേക്ക്. പിന്നെ മിഡ് ടോണിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കളർ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ടോണിലേക്ക് കൊണ്ടുവരാം. ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. ഇത്തിരി ഞാൻ മിഡ് ടോണിൻ്റെ ലൈറ്റ് കുറച്ചു, അതേപോലെ സാച്ചുറേഷൻ ഇത്തിരി കയറ്റിയിട്ടു കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ഒരു കളറേ അല്ല. ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ എന്നൊരു ഓപ്ഷൻ കൂടി കാണാൻ പറ്റും. ടെമ്പറേച്ചർ എന്ന് എന്താണ്, ഇത് കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നീല കളറിലേക്ക് വീണ്ടും വരും, ഒരു കൂൾ വെതറിലേക്ക് വരും, ഒരു തണുത്ത പ്രതീതി. വാമിലേക്ക് വന്നാൽ എന്താവും, ചൂടുള്ളൊരു പ്രദേശം. ഇത്രയും കളർ ഗ്രേഡ് ചെയ്യാതെ നേരെ വാമിലേക്ക് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഇങ്ങ് ചോന്ന് വരുമായിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ ഈ ഒരു കളറിലാണല്ലേ വരിക. പിന്നെ അതുപോലെ ടിൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ടിൻറ്റ് ഇതേപോലെ തന്നെ ബാക്കിലേക്ക് വന്ന ഒരു പച്ച കളറാണ്, മുന്നിലേക്ക് കഴിഞ്ഞാൽ ഒരു റോസ് കളറാണ്. അപ്പോൾ ഇത്തിരി പച്ച കളറാണ് വേണ്ടെങ്കിൽ ടിൻറ്റ് ബാക്കിലേക്ക് വലിക്കുക, ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളറിലേക്ക് വരും. ഇതൊക്കെ നമുക്ക് കളർ ഗ്രേഡിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഹ്യൂ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹ്യൂ അങ്ങ് മാറും കണ്ടോ. പച്ച ചുവപ്പായി, ചുവപ്പ് മഞ്ഞായി, നീലയായി, മൊത്തത്തിൽ വൃത്തികേടാവും. അപ്പോൾ അതിലധികം കളിക്കേണ്ട, ചെറിയ മാറ്റങ്ങളൊക്കെ. പിന്നെ നമ്മളിവിടെ വരുത്തിയ മാറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഈ ഗ്ലോബലിൽ സാച്ചുറേഷൻ മാത്രം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ. ഇവിടെയും നോക്കിക്കോ, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെയും മാറ്റം ഉണ്ടാവും കണ്ടോ. ഇവിടെ അനുസരിച്ച് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ബ്രൈറ്റ്നസ്സും നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അത് റൈറ്റ് സൈഡിലും കാണാൻ പറ്റും, ഇത് ലെഫ്റ്റ് സൈഡിലും കാണാൻ പറ്റും. എന്നാൽ ഇത് ബേസിക് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ അത്ര അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, താഴെയും പോയില്ല, പച്ച കുറച്ച് താഴെ പോയില്ലേ പച്ച കളറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പച്ച അത്ര വേണ്ട, പച്ച ഇത്തിരി കയറ്റി വെക്കണം അല്ലേ. അതേപോലെ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. എന്നിട്ട് ആ രീതിയിൽ മൊത്തത്തിൽ മേലിലേക്ക് കയറ്റി വെക്കണം. ഓക്കെ, സാച്ചുറേഷൻ ഇത്തിരി കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഈ ഒരു 0യുടെ ഒരു 100ൻ്റെ ഒക്കെ താഴെയായിട്ട് വന്നു അല്ലേ. ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടിയില്ലേ. ഇനി നമുക്ക് പറയാനുള്ള ഒരേ ഒരാളാണ്. ഇനി നമുക്ക് നേരെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന സംഭവമുണ്ട്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ബാറുകളാണ് കളർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. നമുക്കിതിൽ എക്സ്പോഷർ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം കൂട്ടിക്കൊണ്ടുവരിക. എക്സ്പോഷർ, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കളർ കണ്ട കോൺട്രാസ്റ്റ്. ഇതൊക്കെ വേറെ വേറെ ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ഇതൊരൊന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് വീഡിയോസിൽ പറയാം. അതുപോലെ ബ്രൈറ്റ്നസ്സും എക്സ്പോഷറും ഒന്നല്ല കണ്ട. ബ്രൈറ്റ്നസ് കൂടുന്നത്, പക്ഷേ എക്സ്പോഷർ കൂടുതൽ. എക്സ്പോഷർ കൂടുന്ന സമയത്ത് ഇങ്ങ് വെളുത്ത് കയറുക അല്ലേ. പിന്നെ ഹൈലൈറ്റ് കേട്ടോ, ഹൈലൈറ്റ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് ആണ്. പിന്നെ ബ്ലാക്ക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാഡോ ഏരിയ തന്നെയാണ് കൂടുതലും. അതുപോലെ ഷാഡോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷാഡോ വേറെ ഉണ്ട്. എനിക്ക് തോന്നുന്ന ഈ ഒരു ബാറിനേക്കാളും എത്രയോ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീലും കർവ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കളർ ബോർഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ബാലൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരിപ്പോൾ ഒരു കളർ ബാലൻസ് ചെയ്തിട്ട് കാണിച്ചു തരും ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൽ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാമേ. ഇതിലൊക്കെ നല്ലപോലെ കളർ ബാലൻസ് ചെയ്യാനുണ്ടാവും. ഈ ഒരു ക്ലിപ്പിന് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തു. പിന്നെ അത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് എൻഹാൻസ്മെൻറ്റ് ലൈറ്റ് ആയിട്ട് കളറുന്നുണ്ട്. അത് അടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി കളർ ഗ്രേഡ് ചെയ്ത് തരും കേട്ടോ. വൈറ്റ് ബാലൻസിന് മാത്രം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു കണ്ടോ. ഓട്ടോമാറ്റിക്കലി ഇത്രയും മാറിയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളറായില്ലേ. ഇനി അതുപോലെ കളറിലും കൂടെ ചെയ്ത് കഴിഞ്ഞാലോ കളറിൽ മാറ്റം വന്നു കണ്ടോ. സാച്ചുറേഷൻ കുറച്ച് കൂടി. ഇപ്പോൾ നല്ല വൃത്തിയുള്ളൊരു സംഭവം കിട്ടി. നമ്മൾ ഇത്രയും നേരം കളർ ഗ്രേഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടിയില്ലേ. ഒരു AI ടൂളാണിത്, അവർ ഡിഫോൾട്ടായിട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് തന്നെ കണ്ട ഇതുപോലെ മാറ്റങ്ങൾ വരുത്താം. നേരത്തെ നമ്മൾ കണ്ട കളറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. അവിടെ തന്നെ ഹൈലൈറ്റ് വാമാണോ, ഹൈലൈറ്റ് ടിൻ്റാണോ, മിഡ് ടോണിൻ്റെ വാമാണോ, ഷാഡോൻ്റെ വാമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏരിയകളും നിങ്ങളൊന്ന് നോക്കുക. അതേപോലെ ഈ ഒരു രണ്ടും ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് കളർ ഗ്രേഡ് തരും. ഇനി വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വേറൊരു ക്ലിപ്പിന് ഇടാം. ഇതിനകത്ത് അവരെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അല്ലേ. കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുക, കളർ എൻഹാൻസ്മെൻറ്റ് കൊടുക്കുക കണ്ടോ. അടിപൊളി, നമ്മൾ ഉദ്ദേശിച്ച കളറിലേക്ക് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ സെറ്റിങ്സും ഉപയോഗിച്ചുകൊണ്ട് കളർ ഗ്രേഡിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നേരെ ഇത് ക്ലിക്ക് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ എൻഹാൻസ് ലൈറ്റ് കൊടുത്തു, ലൈറ്റും കളറും കൂടെ ഒരു ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഭംഗിയുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കളർ ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ കർവ് എടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന
ഈ ഒരു ടോണിനെ മാത്രം ഞാൻ ഇത്തിരി സാച്ചുറേഷൻ കയറ്റി വെക്കുകയാണ്. ഇത്തിരി സാച്ചുറേഷൻ കയറ്റി വെച്ചു കേട്ടോ. സ്കിന്നിൻ്റെ ടോണൊക്കെ സാച്ചുറേഷൻ കയറ്റി വെച്ചു. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. കാര്യം ഇതിൽ വേറെ അത് കളറും ഇല്ല കാര്യമായിട്ട്. പിന്നെ ബ്ലൂ ഒക്കെയാണുള്ളത്. ബ്ലൂവിനൊക്കെ വേണമെങ്കിൽ ഇത്തിരി ഹ്യൂ കൊടുത്തിട്ട് ഞാൻ ചെറിയൊരു ഈ ഒരു കളർ ടൈപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു പച്ച പോലത്തെ. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? നേരെ ഹ്യൂ സാച്ചുറേഷൻ കഴിഞ്ഞിട്ടോ. ഒന്നെങ്കിൽ എനിക്ക് ബോർഡ് എടുക്കുക, ഇല്ലെങ്കിൽ വീൽ എടുക്കുക. രണ്ടും ഓൾമോസ്റ്റ് ഒരേ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ വീൽ എടുത്തിട്ട് ഹൈലൈറ്റഡ് ഏരിയനെ ഇത്തിരി ഈ ഒരു കളറിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ അല്ലേ? എന്നിട്ട് ഇത്തിരി ഹൈലൈറ്റ് കുറച്ച് കറുപ്പിച്ച് കൊണ്ടുവരികയാണ്. അതുപോലെ ഇത്തിരി ഷാഡോയും അഡ്ജസ്റ്റ് ചെയ്തു, മിഡ് ടോൺ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഒരു കളറിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ ലൈറ്റും ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ? ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡാർക്കായി പോയ ഏരിയ കയറ്റി വെച്ചത്. അതേപോലെ ഡീറ്റെയിൽസ് ഹൈലൈറ്റിൻ്റെ കുറയ്ക്കണം അല്ലേ? ഹൈലൈറ്റിൻ്റെ കുറച്ച് ഹൈലൈറ്റ് കുറച്ചു. എന്നിട്ട് നമ്മൾ ഈ ടൈപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നേരെ വേണമെന്നുണ്ടെങ്കിൽ ബോർഡിനെയും കൂടി എടുക്കാം അല്ലേ? ഇതിനകത്ത് ബോർഡും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ എക്സ്പോഷറൊക്കെ വേണമെങ്കിൽ ബോർഡിൻ്റെ അകത്ത് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കളറുമായിട്ട് ഒരുപാട് വ്യത്യാസത്തിലാണ് ഈ ഒരു കളർ കാണുന്നത് അല്ലേ? ഇതിലെനിക്ക് കളർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ വരാം. ഓരോ സംഭവങ്ങൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക എത്രത്തോളം മാറ്റമുണ്ട്. കളർ വീൽ ഓഫാക്കി ഓണാക്കും തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നേരെ മാറിയിട്ട് ഒരു പേടിപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് അല്ലേ? കുറച്ചും കൂടെ ഇതിൻ്റെ അകത്ത് നല്ല പേടിപ്പെടുത്തുന്ന മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടീനെ വേണമെങ്കിൽ നമുക്കൊരു പ്രേതത്തിൻ്റെ ഷോട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ ഈ കുട്ടി പ്രേതമാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു കളർ പോവുക. ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് ഈ ഒരു കളർ തന്നെയല്ല കേട്ടോ, പല ടൈപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ചുകൂടെ ഗ്രീനിഷോ അല്ലെങ്കിൽ ബ്ലൂഷോ ആക്കിയിട്ട് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 കളർ ഗ്രേഡുകളും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പകലും രാത്രിയും കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ഈ ഒരു ക്ലിപ്പിന് ഞാൻ അതിന് വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ക്ലിപ്പ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഇത്തിരി കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അല്ലേ? എന്നാലും ഒരു കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓട്ടോമാറ്റിക്കലി ബാലൻസ് ചെയ്തു. ഇങ്ങനെ ബാലൻസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കളർ ബോർഡിൻ്റെ തന്നെ ആവശ്യം വരുന്നുള്ളൂ. നോക്കിക്കോട്ടെ, കളർ ബോർഡിൽ തന്നെ നമ്മൾ ചെറിയൊരു നീല കളർ ഇവിടെ കൊടുക്കുകയാണ്. കണ്ടോ? രാത്രിക്കുള്ളൊരു കളർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? സാച്ചുറേഷന് കുറച്ച് കുറയ്ക്കണം. രാത്രിയാകുമ്പോൾ നമ്മൾ അത്ര കളറൊന്നും കാണില്ല. പിന്നെ എന്ത് ചെയ്യണം? എക്സ്പോഷറിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഒരു ഹൈലൈറ്റഡ് ഏരിയ കുറച്ച് കുറയ്ക്കുക. സാച്ചുറേഷന് ഗ്ലോബൽ മിഡ് ടോണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ? ഒരു രാത്രി പോലത്തെ ഒരു കളർ കിട്ടി. ഇനി കളറിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രത്യേക ടോണൊക്കെ കൊണ്ടുവരിക. ഗ്ലോബലിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇനി പച്ച ഇപ്പോഴും കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരുണ്ട്? ഹ്യൂവസ് സാച്ചുറേഷൻ ഉണ്ട് അല്ലേ? ഹ്യൂവസ് സാച്ചുറേഷനിൽ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം മഞ്ഞ തൊട്ട് നീല വരെ ഇങ്ങ് സെലക്ട് ചെയ്ത് താഴേക്ക് കുറച്ച് വലിച്ചിടാം. അപ്പോൾ അതിൽ പച്ചയൊക്കെ അങ്ങ് വന്നോളൂ. കണ്ടോ? ഇപ്പോൾ നമുക്ക് പകലും രാത്രിയായി അല്ലേ? പകലായി രാത്രിയായി. ഇനി ഇതേ സീൻ തന്നെ നമുക്ക് വൈകുന്നേരം ആക്കണമെങ്കിലോ? വൈകുന്നേരം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്ത ഈ ഒരു ഫുട്ടേജ് നമ്മൾ പകലാന്ന് പറഞ്ഞില്ലേ? ഇതിനൊന്ന് വൈകുന്നേരം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യല്ല, ജസ്റ്റ് ഒരു മഞ്ഞ ടോണിലേക്ക് നമുക്ക് കൊണ്ടുവരാം അല്ലേ? ഇത്തിരി മഞ്ഞ ടോണിലേക്ക് വെക്കുക. ഒരു ശ്യാമസന്ധ്യ നേരത്തേക്ക് വന്നു അല്ലേ? അതുപോലെ എക്സ്പോഷർ എന്ത് ചെയ്യുക? കുറച്ച് കുറയ്ക്കുക. മിഡ് ടോണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഇത്തിരി എക്സ്പോഷർ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എക്സ്പോഷറൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ആക്കി വെക്കുക. സാച്ചുറേഷൻ ഇത്തിരി കൂട്ടിയേക്കുക. സാച്ചുറേഷൻ ഉണ്ടാവും ഈവനിങ് ടൈമിൽ ഒരു മഞ്ഞ സാച്ചുറേഷൻ കൂടുതലായി. ഇപ്പോൾ കണ്ടോ? ഈവനിങ് ആയി. ഇതേ ക്ലിപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ. കണ്ടോ? ഈവനിങ് ആയി, പകലായി. നമ്മൾ നേരത്തെ മോർണിംഗ് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു, രാത്രി ചെയ്യുന്നതും കാണിച്ചില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കളർ ഗ്രേഡിങ്ങൾ ചെയ്യുന്ന ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഓരോ സ്പെസിഫിക് കളർ ഗ്രേഡുകൾ എങ്ങനെ ചെയ്യാം? നമ്മൾ കേട്ടിട്ടുണ്ടാകുന്ന ടേമാണ് ടീൽ ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു കളർ ഗ്രേഡ്. അത് അടിപൊളിയായിട്ടുള്ളൊരു സെക്ഷനാണ് ടീൽ ആൻഡ് ഓറഞ്ച്. അതേപോലെ മൂഡി കളർ, പിന്നെ ഹൊറർ ടൈപ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ഈ ഒരു പാനലിൻ്റെ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരുപാട് കളറുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു എഫക്റ്റിൻ്റെ അകത്ത് വരിക. ഇതിൻ്റെ അകത്ത് കണ്ടോ കളർ
കളറിൻ്റെ അകത്ത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടുന്നുണ്ട്. കണ്ടോ ഈ ഒരു കളറ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ എടുത്തില്ല ഇവിടെ, അതിന് പകരം ഇങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കളറിലേക്ക് വേണമെങ്കിൽ അതുപോലെ ഒരുപാട് കളർ ടോണുകൾ രാത്രി പോലത്തെ ഒരു കളറ്. പിന്നെ കളർ ബോർഡ് പ്രീസെറ്റുകളുണ്ട്, കൂൾ വെതർ, പിന്നെ ഡ്രൂ, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ഈ ഒരു നൈറ്റ് പക്ക നൈറ്റ് കേട്ടോ. പിന്നെ കളർ ഗ്രേഡിങ് പ്രീസെറ്റുകളുണ്ട്. ഒരുപാട് കളർ ഗ്രേഡിങ്ങിൻ്റെ പ്രീസെറ്റുകളാണ് ഇവർ കൂടുതൽ തരുന്നത് തന്നെ. കണ്ടോ കോമിക് കളർ ലുക്ക്, ഇതിൻ്റെ അകത്ത് വരുന്ന എഫക്റ്റിൽ കൂടുതലും കളർ ഗ്രേഡ് അല്ലേ വരുന്നത്. ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് വേറെ ഡൗൺലോഡ് ചെയ്തതാണ്. പിന്നെ ചെറിയ ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെയാണ് വരുന്നത്. എഫക്റ്റിൻ്റെ കാര്യം നമ്മൾ പറയാത്തോണ്ടെന്ന് വിടുകയാണ്. പിന്നെ കളർ ബോർഡ് ഇതാക്കുന്നത്, ഇവിടെ കളർ ബോർഡ് ഉണ്ട്, ഇവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ കളർ ബോർഡ് ഇവിടെ വരും. ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് കാണാത്താണ് ഇവിടേക്ക് നോക്കിയാൽ കളർ ബോർഡ് അപ്പിയർ ചെയ്തുണ്ടോ. ഇതേപോലെ നമ്മൾ പിന്നെന്താ ഉള്ള കളർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സംഭവങ്ങളുണ്ട്. ബ്രോഡ്കാസ്റ്റ് സേഫ്, കളർ വീൽ കളർ വീൽ ഇവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ കളർ വീൽ വന്നു കണ്ടോ. ഇങ്ങനെ എടുക്കണം എന്നില്ല, ഇങ്ങനെ വലിച്ചിട്ടും എടുക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. കളർ വീലിനകത്ത് ഈവനിങ് ആക്കുന്നത് ഇതേപോലെ തന്നെ ജസ്റ്റ് ഈവനിങ് ആയി അല്ലേ, അത്ര തന്നെ ധാരാളം. പിന്നെ ഒന്ന് വൈറ്റ് ബാലൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രയൊക്കെ തന്നെ കളർ ഗ്രേഡിങ്ങിൽ പറയാനുള്ളൂ. പിന്നെ നമ്മൾ പ്രൊഫഷണലി നീങ്ങുന്ന സമയത്ത് ഇത് ബേസിക് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളർ ഗ്രേഡിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോക്ക് ലൈക്കും നല്ലൊരു കമൻറ്റും ഇടാനും പറഞ്ഞുകൊണ്ട്, പിന്നെന്താ ഇങ്ങനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമുക്ക് നല്ല ചാറ്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.